അമ്മ ഇതെന്താണ് പരിപാടി? ഇന്ന് അമ്മ വെണ്ടയ്ക്ക് തൈര് ഒഴിച്ചിട്ട് ഒരു കറി വെക്കാൻ പോവാണ്. വെണ്ടയ്ക്ക് തൈര് ഒഴിച്ച് വെക്കുവോ? വെക്കുക. സൂപ്പർ ആയിരിക്കും അല്ലേ? അപ്പൊ വെണ്ടയ്ക്കൊക്കെ ഇതങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. സബോള വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് കുറച്ച് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് വെണ്ണ ഒഴിച്ചിട്ട് അമ്മ താളിക്കേണ്ട ഇത് ചെയ്യണം അല്ലേ? മഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയൊക്കെ ചൂടായില്ലേ? ചൂടായി. ഇത് അമ്മ കടുകിട്ട് കൊടുക്കണം. കടുകിട്ടു. അതിന്റെ കൂടെ ഇത്തിരി ഉരുവി ഇടുന്നുണ്ട്. ഉരുവിയിട്ടു. വറമുളക് സബോളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. പൊടിയായി തന്നെ വെളുത്തുള്ളി, പൊടിയായി തന്നെ സബോളയും. അങ്ങനെ സബോളയൊക്കെ ഒരുവിധം നല്ലോണം വാടുവൊന്നും വേണ്ട, എന്നാലും ഒരുവിധമായി. അപ്പം അമ്മ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇടുന്നു. പൊടിയായി തക്കാളി ഇടുന്നു. കുറച്ച് കറിവേപ്പില. ഇതിൽ നമ്മൾ തക്കാളിയായെങ്കിലും സബോളയാണെങ്കിലും ഒരുപാട് വാടൊന്നും വേണ്ട, ചെറുതായി ഒന്ന് പച്ചമണം മാറിയാൽ മതി. അതിലേക്ക് വെണ്ടയ്ക്ക മുറിച്ചതുണ്ട്. വെണ്ടയ്ക്കല്ലേ? നമ്മൾ ഈ കറിന്റെ പ്രത്യേകത ഒരുപാട് ഒന്നും വതക്കണമൊന്നും വേണ്ട. ഇനി വെണ്ടയ്ക്ക് ഇട്ടിട്ട് വെണ്ടയ്ക്കിന്റെ വെള്ളം ഒഴിപ്പ് പോകണല്ലേ? അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് അല്ലേ? വെണ്ടയ്ക്കൊക്കെ വടക്കി ഒരു സെറ്റായി തന്നെ. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എന്തൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കായപ്പൊടി എല്ലാം കുറേശ്ശേ എടുത്തിട്ടുള്ളൂ. വെണ്ടയ്ക്കല്ലേ, അധികം എരിവ് വേണ്ടല്ലോ അല്ലേ? ഒന്ന് ഇനി നമുക്കൊരു ഇത്തിരി നിറം ഒന്ന് മുളക് പൊടി ഇതൊക്കെ ഒന്ന് എണ്ണയിൽ സെറ്റായ അങ്ങനെ വെണ്ടയ്ക്കൊക്കെ വതക്കി ഒരുവിധം സെറ്റായി. ഇനി ഞാൻ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈരാണല്ലോ? അതാണ് ഇതിന് വേണ്ടത് അല്ലേ? പുളി ഒരുപാടായാൽ നമുക്ക് കഴിക്കാൻ ഇത്തിരി ഇതാണ്. അപ്പോൾ ഇത് പുളിയില്ലാത്ത തൈര്. വെണ്ടയ്ക്ക ഇഷ്ടമല്ല പറയുന്നവരും കഴിക്കും. തൈരൊക്കെ ഒഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. തൈര് ഉണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ എളുപ്പം വെക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ്. അപ്പൊ മക്കളും എല്ലാവരും ഇതേമാതിരി വെച്ച് നോക്കി എന്നിട്ട് എന്താ അഭിപ്രായങ്ങൾ പറഞ്ഞ അമ്മനെ അറിയിക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയാണിത്. ഇപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും. എന്നിട്ട് അമ്മയ്ക്ക് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാമല്ലേ? പിന്നെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.